ഹായ്, ഞാൻ മനോജ് നിലകണ്ഠൻ, കോർപ്പറേറ്റ് ട്രെയിനറാണ്. ഒരു നല്ല സെയിൽസ് പ്രൊഫഷണൽ ആകാൻ ചെയ്യേണ്ട 10 സിമ്പിൾ സ്റ്റെപ്സ് അടങ്ങുന്ന വീഡിയോ സീരീസിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 സ്റ്റെപ്പ് സെയിൽസ് പ്രോസസ്സിലെ 4ാമത്തെ സ്റ്റെപ്പാണ് പ്രോഡക്റ്റ് പ്രസൻറ്റേഷൻ. പ്രോഡക്റ്റ് പ്രസൻറ്റേഷനിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സിനെ പറ്റിയാണ്. കൂടുതലും സെയിൽസ് ചെയ്യുന്ന ആൾക്കാർ ഫീച്ചേഴ്സിനെ പറ്റിയാണ് പറയാറുള്ളത്. പ്രോസ്പെക്റ്റിന് വേണ്ടത് ബെനിഫിറ്റ്സ് ആണ്. ഈ ഐറ്റം വാങ്ങിയാൽ, ഈ സർവീസ് അവൈൽ ചെയ്താൽ അവർക്ക് എന്താണ് നേട്ടം, അതാണ് അവർക്ക് അറിയേണ്ടത്. അല്ലാതെ ഈ ഉൽപ്പന്നത്തിന് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് അവർ വാങ്ങണമെന്നില്ല. ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ വിൽക്കുമ്പോൾ നമുക്ക് പറയാം ഇതിന് 8 GB റാം ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഫീച്ചറാണ്. പക്ഷേ അതിന് പകരം 8 GB റാം ഉള്ളത് കൊണ്ട് സ്മൂത്ത് പെർഫോമൻസ് ആയിരിക്കും, സ്വിച്ചിങ് ബിറ്റ്വീൻ ആപ്സ് സ്മൂത്ത് ആയിരിക്കും, മൾട്ടി ടാസ്കിങ് ചെയ്യാം, അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബെനിഫിറ്റായിട്ട് കസ്റ്റമർക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയേക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ബെനിഫിറ്റ്സ് പറയുക, ഫീച്ചറിലധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പ്രൈസ് ഒരിക്കലും ആദ്യം പറയാൻ പാടില്ല. പ്രസൻറ്റേഷനിൽ കസ്റ്റമർക്ക് വാല്യൂ ഫീൽ ചെയ്യുന്ന പോലെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, പ്രൈസ് ഏറ്റവും അവസാനം പറയുക. ഇല്ലെങ്കിൽ അതൊരു റോങ് സ്ട്രാറ്റജി ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ ജാർഗൻസ് യൂസ് ചെയ്യരുത്. ഇപ്പോൾ 8 GB റാം എന്ന് പറയുമ്പോൾ അതൊരു ടെക്നിക്കൽ വേർഡാണ്. പക്ഷേ അതിന് പകരം പെർഫോമൻസ് സ്മൂത്ത് ആവുമെന്ന് പറയുമ്പോൾ അത് സിമ്പിൾ വേർഡ്സ് ആണ്. ഒരിക്കലും നമ്മൾ ജാർഗൻസ് കസ്റ്റമറോട് യൂസ് ചെയ്യാൻ പാടില്ല. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോമൊബൈൽ സെയിൽസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ABS സിസ്റ്റം ഉണ്ട്. ABS ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ ABS എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിലും പലർക്കും അറിയണമെന്നില്ല. അതിന് പകരം പറയാവുന്നത് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? ABSൻ്റെ ബെനിഫിറ്റ് കൂടുതൽ സേഫ്റ്റി, കൂടുതൽ കൺട്രോൾ വൈൽ ബ്രേക്കിംഗ്, എസ്പെഷ്യലി ഓൺ സ്ലിപ്പറി ഫ്ലോർസ്. ഇപ്പോൾ സ്ലിപ്പറി ഫ്ലോറിൽ ഫോർ എക്സാമ്പിൾ റെയിനിങ് സമയത്തൊക്കെ കൂടുതൽ സേഫ്റ്റിയാണ് ABS ഉണ്ടെങ്കിൽ, അതൊരു ബെനിഫിറ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഫോക്കസ് ഓൺ ബെനിഫിറ്റ്സ്, നോട്ട് ഓൺ ഫീച്ചേഴ്സ്. രണ്ടാമത് കമ്പയർ ചെയ്യാം, കോമ്പറ്റീഷനോട് കമ്പയർ ചെയ്യാം. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന് ഇല്ലാതെ നമുക്കുള്ള എക്സ്ട്രാ ബെനിഫിറ്റ്സ്, യുണീക്ക് സെയിൽസ് പ്രൊപ്പസിഷൻസ്, നമുക്ക് മാത്രമുള്ള യുണീക്ക് പ്രൊപ്പസിഷൻസ്, യുണീക്ക് ഫീച്ചേഴ്സ് പറയാം. പോസിറ്റീവ്സ് മാത്രം പറയണമെന്നില്ല. കസ്റ്റമർ ഇപ്പോൾ ചോദിക്കുകയാണ് 8 GB റാം ഉണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഗെയിമിംഗ് ആപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റുമോ, കൂടുതൽ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അപ്പോൾ അതിന് 12 GB റാം വേണ്ടേ, 16 GB റാം വേണ്ടേ? അപ്പോൾ അതൊരു നെഗറ്റീവാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് പറയാം ഓക്കെ കറക്റ്റാണ്, പക്ഷേ ഇതിൽ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. വി ക്യാൻ എക്സ്റ്റെൻഡ് ദ 8 GB റാം ടു 12 GB റാം. അപ്പോൾ അങ്ങനെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് വെക്കുക. കസ്റ്റമർ നെഗറ്റീവ് പറയാൻ ചാൻസ് ഉള്ളപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുക. അല്ലാതെ നെഗറ്റീവ് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്ന് വെച്ച് വളരെ വലിയ നെഗറ്റീവ് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ ഈ മോഡൽ ഇനി കമ്പനി നിർത്താൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ക നെഗറ്റീവാണ്. ആ പ്രൊഡക്റ്റ് ഒരിക്കലും നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ടെസ്റ്റിമോണിയൽസ്, സാക്ഷ്യപ്പെടുത്തൽ. നമ്മുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ ഒരു സ്റ്റാർ റേറ്റിംഗ്, 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി, അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടി, ISO സർട്ടിഫിക്കേഷൻ കിട്ടി, അതൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല പോയിൻ്റാണ്. അതുപോലെ നമ്മൾ കാണാറില്ലേ 100 ദിവസം ഓടിയ പടം, മൂവി, അല്ലെങ്കിൽ 1 മില്യൺ സെല് ചെയ്ത ബുക്ക്. ഈ 1 മില്യൺ സെല് ചെയ്ത് കൊണ്ട് ബുക്ക് നല്ലതാണെന്നില്ല. 100 ദിവസം ഓടിയ മൂവി നല്ലതാണെന്ന് നിർബന്ധമൊന്നുമില്ല. 100 ദിവസം ഓടിയ മൂവി ആകുമ്പോൾ അത് കാണണമെന്നൊരാഗ്രഹം നമുക്ക് വന്നേക്കാം. ഇതാണ് ടെസ്റ്റിമോണിയലിൻ്റെ പ്രത്യേകത. പ്രസൻറ്റേഷൻ ഒരിക്കലും ടൂ മച്ച് ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ അതിൻ്റെ ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പക്ക തിയറി ആക്കാതിരിക്കുക, പ്രാക്ടിക്കൽ സൈഡ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കാർ ഡെമോ, എപ്പോഴും കാർ ഓടിച്ച് തന്നെ ഡെമോ കാണിക്കുന്നതായിരിക്കും നല്ലത്. കസ്റ്റമർ ഓടിച്ച് നോക്കട്ടെ, അല്ലാതെ നമ്മൾ ഓടിച്ച് കാണിച്ചാൽ കസ്റ്റമർക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഒരു മാക്സിമം പ്രാക്ടിക്കൽ സൈഡിലേക്ക് വേണം ഡെമോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ നമ്മൾ കൊണ്ടുപോകാൻ. കസ്റ്റമർക്ക് അറിയാവുന്ന സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇറ്റ് ഈസ് ലൈക്ക് ഹെൽപ്പിംഗ് ദ കസ്റ്റമർ ടു ടേക്ക് എ ഡിസിഷൻ. ദാറ്റ് ഷുഡ് ബി ദ മെയിൻ ഫോക്കസ് ഓഫ് പ്രൊഡക്റ്റ് പ്രസൻറ്റേഷൻ. Thank you for watching. Please like, share and subscribe my channel, and also press the bell icon to get notifications for new videos. Thank you.